സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനിയിപ്പോൾ കൈനോട്ടക്കാരി പറഞ്ഞത് കേട്ട് മനസ്സിലിട്ടിരിക്കേണ്ട, അതൊരു വിഷമാക്കണ്ട. അതുകൊണ്ട് നാളെ തന്നെ ഗുരുവായൂർക്ക് പൊക്കോ എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് മീനാക്ഷിയും പറയുന്നുണ്ട് അച്ഛനോട്, ഞാൻ ആദ്യം അവരുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്ന ഒരു സ്ത്രീ ഇരുന്നാണ്. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് സത്യമായിരുന്നച്ചാ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഗോമതിയും പറയുന്നുണ്ട്, അത് ഞാൻ മിത്രയുടെ കല്യാണം കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ കൺമുന്നിൽ കാണിച്ചു തരുന്നെന്ന് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും ആലോചിക്കണ്ട, പോയിക്കോ, പോയി നല്ലോണം പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ ഗോമതിയുടെ കയ്യിൽ കുറച്ച് പൈസ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ബാലൻ. ഇത് വെച്ചോ, നല്ല റൂം തന്നെ എടുക്കണം, വില എത്ര ആയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. ഗോമതി അപ്പം തന്നെ ആ പൈസ ആര്യനെ ഏൽപ്പിക്കും. അതിനുശേഷം മീനാക്ഷിയോട് പറയുന്നു, മീനാക്ഷി ഇവരെ നോക്കണം എന്നൊക്കെ ഗോമതിനെ നോക്കണം എന്ന് പറഞ്ഞ് പച്ച പേടിക്കേണ്ട അച്ഛന്നൊക്കെ പറഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആകാശിൻ്റെ റൂമാണ്. ആകാശിൻ്റെ റൂം മീനാക്ഷിയുടെ റൂം. മീനാക്ഷി 4 ദിവസം ഉണ്ടാവില്ലല്ലേ, നിന്റെ സംസാരമൊക്കെ ഈ വീട്ടിൽ നിന്ന് പോവില്ലേ, ആകെ വിഷമാവെന്ന് പറഞ്ഞപ്പോൾ അത് ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, 4-5 നേരം വെച്ച് വിളിക്കാന്ന് പറഞ്ഞപ്പോൾ നീ വിളിച്ചില്ലെങ്കിലും ഞാൻ വിളിച്ചോണ്ടെന്നൊക്കെ പറയും. അപ്പം ഞാൻ പോകുന്നത് ആകാശിന് വിഷമമാണോ, അമ്മരെ കൂടെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് സാരമില്ല. ഞാനേ മീനാക്ഷി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ ഭാഗ്യമാണ്. എൻ്റെ എന്താ പറയുക, എനിക്ക് മീനാക്ഷിനെ കിട്ടിയത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മതി, അടുത്തത് പറയാൻ പോണത് പലചരക്കടക്കാരൻ്റെ കാര്യമല്ലെന്ന് വെച്ചപ്പോൾ നല്ല പിന്നല്ലേ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു തീരുമാനം തെറ്റിയത്. പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, എങ്ങനെയാണ് എൻ്റെ മനസ്സിൽ സ്നേഹം പ്രണയം വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഞാനേ ഒരുപാട് പേരെ പ്രേമിക്കുന്ന ഒരാളെത്തേക്കിന് ഞാൻ പോണത്, അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കാം, എന്നിട്ട് ഞാൻ അറിയിക്കാമെന്നൊക്കെ പറയും. പെട്ടെന്ന് തന്നെ മഴക്കാർ കാണും. അയ്യോ ടെറസിൽ തുണികളൊക്കെ എടുക്കുന്നുണ്ട്, ഞാനത് ഓടിപ്പോയി എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി ഓടിപ്പോയി തുണികളൊക്കെ എടുക്കുന്നുണ്ട്. തുണികളൊക്കെ കൈത്താണ്ടയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് മീനാക്ഷിയുടെ മുന്നിൽ ബാലൻ വന്ന് നിൽക്കും. എന്താ അച്ഛാന്ന് ചോദിക്കും. അത് മീനാക്ഷി ഗോമതിനെയും ആര്യനെയും നല്ലോണം നോക്കണം, നീയുള്ളൊരു ധൈര്യമാണ് എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം അച്ഛാന്ന് പറയും. ഗോമതിക്ക് മേലുവേദനയൊക്കെയാണ്, ക്യൂ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അച്ഛൻ പേടിക്കേണ്ട, അച്ഛൻ വിഷമിക്കേണ്ട എന്ന് പറയും. അതുപോലെ തന്നെ ആര്യനെ നോക്കണം, അവനൊരു എടുത്ത ചേട്ടക്കാരനാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേൽ ചൂടാവുന്നത് കൊണ്ട് ആര്യനെ നീ മോള് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി ഭയങ്കര അത്ഭുതമാവും. കാരണം ബാലൻ തന്നെയാണ് ഈ പറയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. അതിനുശേഷം കുറച്ച് പണം എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ മീനാക്ഷിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ മീനാക്ഷി പറയും, ഇതെന്തിനാ അച്ഛൻ പണം, അച്ഛൻ അമ്മ കയ്യിൽ കൊടുത്തിട്ടില്ലേ, അത് 2 പേരെ കയ്യിലും വെച്ചോന്ന് പറഞ്ഞപ്പോൾ അച്ഛനത് എനിക്കായിട്ട് തരുന്നതാണോന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും കരുതാം എന്നൊരു ബാലൻ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ വിഷമത്തോടെ ഒക്കെ മീനാക്ഷിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മീനാക്ഷിക്കായിട്ട് കൊടുത്തതാണ് ആ പൈസ, മീനാക്ഷിയുടെ ചിലവിനായിട്ട് കൊടുത്തതാണ് ആ പൈസ എന്നുള്ള കാര്യം മീനാക്ഷിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ മീനാക്ഷി ആ പൈസ വാങ്ങുന്നുണ്ട്. അത് അച്ഛൻ തന്നതല്ലേ ഞാൻ വാങ്ങാം, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, എന്നാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ 2 പേരെ നോക്കണം, നിന്നെ എനിക്ക് വിശ്വാസം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ അകത്തേക്ക് കയറി പോകുമ്പോൾ മീനാക്ഷിയുടെ കണ്ണ് നിറയുന്നത്. ആദ്യമായിട്ടാണ് ആ വീട്ടിൽ വന്നിട്ട് മീനാക്ഷി അങ്ങനെ കരയുന്നത്. ബാലൻ അത്ര നല്ല മനുഷ്യനാണെന്ന് മീനാക്ഷി അപ്പോൾ ശരിക്കും മനസ്സിലാക്കിയത്. അങ്ങനെ മീനാക്ഷിക്ക് അറിയാം, ഇത്തിരി സൗണ്ടിലൊക്കെ പറഞ്ഞാലും ബാലൻ പാവം എന്നുള്ള കാര്യം അറിയാം. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ഗോമതിയൊക്കെ ഇറങ്ങണ്, പെട്ടിയും ബാഗൊക്കെ ആയിട്ട് ഇറങ്ങണ്. ആ സമയത്ത് അനു ചോദിക്കുന്നുണ്ട്, അമ്മ വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ അച്ഛന് ഇത്രയും സ്നേഹമുള്ള അച്ഛൻ, അപ്പം എല്ലാവരോടും പറയുന്നുണ്ട് അച്ഛനെ നോക്കിക്കോളാം, ആനന്ദിനോടും ആകാശിനോടൊക്കെ അച്ഛനെ നോക്കാൻ പറയുമ്പോൾ ധർമ്മം പറയാം, ചേട്ടൻ ചേച്ചീനെ നോക്കാനും അളിയൻ ചേച്ചിനെ നോക്കാനും ചേച്ചി അളിയനെ നോക്കാനും പറയുള്ളൂ, ഞങ്ങൾ നോക്കാൻ ആരും പറയുന്നില്ല എന്നൊക്കെ പറയും. അമ്മ എന്നിട്ട് അച്ഛന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര സ്നേഹമുള്ളതെന്നൊക്കെ അനു ചോദിക്കുമ്പോൾ അപ്പം മാവൻ പറയുന്നുണ്ട്, സംശയം എന്താ, വല്ല ചരട് ജപിച്ചുകൊണ്ടെന്ന് കെട്ടും അത് തന്നെ എന്നൊക്കെ പറയും. മതി വണ്ടി വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ യാത്രയാവണം. അങ്ങനെ അവരൊക്കെ കാറിൽ കയറി, ഗോമതി കാറിൽ കയറാൻ നിൽക്കുന്ന നേരത്തെ മിത്ര വന്നവിടെ നോക്കി നിൽക്കുന്നുണ്ട്. മിത്രനെ കാണുമ്പോൾ ഗോമതിക്ക് ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ മിത്ര ഗോമതിനെ നോക്കി, ഗോമതി ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ മിത്രനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും. ആ സമയത്ത് ആര്യൻ പെട്ട ദേഷ്യം, അമ്മ വരുന്നുണ്ടാന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവർ 2 പേരും കൂടെ എല്ലാവരും കൂടെ അങ്ങനെ പോകും. പിന്നെ കാണിക്കുന്നത് ധർമ്മൻ കല്യാണത്തിൻ്റെ തലേദിവസത്തിന് വേണ്ട എന്തോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട് ചേച്ചിയുടെ കയ്യിൽ. എന്നിട്ട് പറയും, ഇതൊക്കെ കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചാൽ പോരെ, ഇതെന്തിനെ ഏൽപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതേ ഭക്ഷണം ഇവിടെ കൺവെട്ടത്ത് വെക്കണം എന്നാണ് നിൻ്റെ ഏട്ടൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ഗ്രാൻഡായിട്ട് നടത്താനെന്നൊക്കെ പറയും. ആ സമയത്ത് തന്നെ അമ്മ വരുമ്പോൾ, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇവരോട് ആരോടും പറയണ്ട, ഗോമതി ചേച്ചി ഗുരുവായൂർ പോയി എന്ന് പറഞ്ഞപ്പോൾ എന്തിനാടാന്ന് ചോദിക്കും. ഇവിടുത്തെ കല്യാണം കാണാണ്ടിരിക്കാൻ.
അല്ലെങ്കിൽ തന്നെ പെങ്ങളെ ജീവാനന്ദം കരയിക്കണം എന്നല്ലേ ഇവരുടെ ഏട്ടന്മാരുടെ ആഗ്രഹം. അമ്മയ്ക്ക് വിഷമില്ല, അമ്മയുടെ മോളല്ലേ, ഞങ്ങൾ 4 പേര് അമ്മയുടെ വയറ്റിലല്ലേ പിറന്നത്. എന്നിട്ട് ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റുമോ? ഇവിടുത്തെ കല്യാണം കൂടാനും ഇവിടെ ഓടി നടക്കാൻ ആഗ്രഹിച്ച ആ ചേച്ചി വിഷമിച്ചിട്ട് ഗുരുവായൂർ പോയത് കല്യാണം കാണാണ്ടിരിക്കാന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ ഇന്ദിരാമ്മ അനന്തൻ്റെ എതിരെന്താ പറയുക, അനന്താ ഇവിടുത്തെ കല്യാണം നീ ഗോമതിനെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ, എനിക്കത് പറയണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം മാറ്റം. അമ്മനോട് ഞാൻ പറഞ്ഞതല്ലേ, ആരെന്ത് പറഞ്ഞാലും അവരെ ബാലനെയും കുടുംബത്തിനെയും വിളിക്കില്ല എന്ന് പറഞ്ഞാൽ വിളിക്കില്ല, എന്ത് തന്നെ ആയാലും എന്ന് പറഞ്ഞപ്പോൾ അമ്മ അതിൻ്റെ പേരിൽ ഇനി എത്ര വഴക്കിട്ടാലും പട്ടിണി കിടന്നാലും കരഞ്ഞാലും കാര്യമില്ല എന്ന് പറഞ്ഞ് അയാൾ ചാടിത്തുള്ളി അകത്തേക്ക് പോകുമ്പോൾ അമ്മ അങ്ങനെ കരയിന്. ആ സമയത്ത് നമ്മുടെ മിത്രയുടെ അമ്മ വന്നിട്ട് പറയും, അമ്മ ഇവിടെ നല്ലൊരു ദിവസം നടക്കാൻ പോകല്ലേ, ഇവിടെ കണ്ണീര് വീഴണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ അമ്മ വേഗം കണ്ണീരൊക്കെ തുടച്ച് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേറൊരു ഫാമിലിനെയാണ്. എന്തായാലും കൃഷ്ണമംഗലത്തും ഗുരുവായൂർക്ക് കുളിച്ച് തൊഴാൻ തന്നെ പോകണം. ഒരു ഭാര്യയും അമ്മയും മോനും കൂടി ഉണ്ട്. അവരിങ്ങനെ കൃഷ്ണമംഗലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇനി നാട്ടിലേക്ക് എത്തുമ്പോൾ കൃഷ്ണമംഗലത്തുകാരെ പോയി കാണണം, അവർ നല്ല ഫാമിലി എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗോമതി ഗുരുവായൂരെത്തി. ഗുരുവായൂർ നല്ല ക്ഷീണിച്ച് വണ്ടിയിൽ ട്രെയിനിൽ ഇരുന്ന് തണ്ടലൊക്കെ ഒടിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ബാഗും പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് ഒരു കൃഷ്ണൻ്റെ പോലെ തന്നെ കൃഷ്ണൻ്റെ അതേ പുഞ്ചിരിയൊക്കെ ആയിട്ട് ഒരാളാണ്. എന്തായാലും അത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണെന്നാണ് 100% ഉറപ്പാണ്. കാരണം കൃഷ്ണൻ അതൊരു പോസിറ്റീവ് എനർജി പോലെയാണ് ആളെ കാണിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആളിങ്ങനെ നമ്മുടെ ഗോമതിനെയൊക്കെ നോക്കി ഇങ്ങനെ അകലുന്നേ ചിരിച്ച് ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് വരുന്നുണ്ട്. എന്തായാലും ആ സമയത്താണ് ഗോമതിയും ആര്യനൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന നേരത്ത് ഈ പറഞ്ഞ ഫാമിലി പെട്ടെന്ന് ഇവരെ എടുത്ത് വന്ന് നിൽക്കും. ഗോമതിക്ക് മേത്ത് കാറിടിക്കാൻ പോകുമ്പോൾ ആര്യൻ പഴയ സ്വഭാവം എടുക്കും. ആര്യൻ അവനെ വലിച്ച് പുറത്തിടും. രണ്ടുപേരും കൂടെ കോളറുമൊക്കെ പിടിച്ച് വഴക്കും വക്കാടം തല്ലും കൂട്ടൊക്കെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ഭഗവാൻ കൃഷ്ണൻ വരുന്നുണ്ട്. കൃഷ്ണൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്തത് നിങ്ങളിങ്ങനെ പരസ്പരം കൊമ്പ് കോർക്കാതെ എന്താ കാര്യം നോക്കാൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോണ്ട് താൻ ആര്യൻ്റെ ഇടപെടാന്നൊക്കെ ചോദിക്കുന്നു നമ്മുടെ ആര്യൻ. രണ്ടുപേരും പാവങ്ങൾ ഇന്ന് കണ്ടാലറിയാം, പക്ഷെ രണ്ടുപേരും മനസ്സിൽ ഈഗോ ഉണ്ട് എന്നൊക്കെ പറയും. നിങ്ങൾ പറയും സമാധാനപ്പെടാൻ പറഞ്ഞപ്പോൾ കാറിടിക്കാൻ വന്ന കാര്യം പറയും. നിങ്ങൾ എന്താ മോൻ്റെ പേരെന്ന് ചോദിക്കും. എൻ്റെ പേര് അനന്തനാണ്. ഞാനിവിടെ ഒരു ബൊമ്മ, അതായത് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും മയിൽപ്പീലിയൊക്കെ വിൽക്കണ കടയിന് അമ്മ എനിക്കെന്ന് പറയും. രണ്ടുപേരെയും കൂടെ പിടിച്ച് മാറ്റി കോംപ്രമൈസിനൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഇയാളുടെ മനസ്സിൽ ദേഷ്യം പോയി എന്ന് പറയും. അപ്പം തന്നെ ആ മറ്റേ ഫാമിലിയിലെ ആള് ചിരിക്കുന്നുണ്ട്. സാധാരണ സംഭവമുള്ളൂ, എൻ്റെ മനസ്സിൽ ദേഷ്യം പോയി എന്ന് പറഞ്ഞ ആൾ ചിരിക്കുന്നുണ്ട്. ഇയാളുടെ മനസ്സിലൊരു ഇത്തിരി കൂടെ ദേഷ്യം നിൽക്കുന്നുണ്ടെന്ന് പറയും. അത് എല്ലാവരും ആ ദേഷ്യമൊക്കെ മാറ്റണം. നിങ്ങൾ എന്തിനാണ് ഗുരുവായൂർ വന്നത്? നിങ്ങൾ കുളിച്ച് തൊഴാനും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയാനല്ലേ ഭഗവാനോട്. അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ടത്, അല്ലാതെ ഇവരായിട്ട് നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഒരു പക്ഷേ ആര്യനോട് പറയുന്നത്, ഒരു പക്ഷേ ഇവരെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും, അത് നിങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ എന്തുപകാരം എന്ന് പറഞ്ഞാൽ ആരും ദേഷ്യപ്പെട്ട് നിൽക്കും. അങ്ങനെ ആ ഫാമിലി നമ്മുടെ ഗോമതി പറയും, ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ വണ്ടി എടുത്ത് പോകും. ഞാൻ ആര്യനെ മീനാക്ഷി ചീത്ത അറിയുന്നുണ്ട്. ആര്യ ഇത്രയും വേണ്ടായിരുന്നു, നീ എന്തിനാ അവരോട് ആവശ്യമില്ലാണ്ട് ഷൗട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അമ്മ കൃഷ്ണമംഗലവും മിത്ര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കണം. നേരത്തെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് എൻ്റെ മനസ്സ് നിയന്ത്രണം വിട്ടിരിക്കായിരുന്നു ചേട്ടത്തി, അതൊന്ന് സോറി എന്നൊക്കെ പറയാ. ഇനി വായോ, ഇനിയിപ്പോൾ അതൊന്നും പറയാൻ നിൽക്കണ്ട, കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇവർ തിരിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനന്തനെ കാണിക്കുന്നത് ആ ഷോറൂമിൽ ബൊമ്മകളുടെ ഇടയിൽ നിന്നിങ്ങായിട്ട് ശ്രീകൃഷ്ണൻ്റെ നൃത്തം തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്ന അനന്തനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.